മമതയുടെ കണ്ണിലെ കരടിപ്പോൾ കണ്ണിലുണ്ണിയായതെങ്ങനെ? കുറച്ചുനാൾ മുൻപ് വരെ ആജന്മ ശത്രുക്കളായിരുന്നവർ ഇപ്പോൾ അടുത്ത മിത്രങ്ങൾ. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെയും മമതാ ബാനർജിയെയും അങ്ങനെയേ ഇപ്പോൾ വിശേഷിപ്പിക്കാനാകൂ. ശത്രുവിന്റെ ശത്രു മിത്രമായതാണോ ഈ മമതയ്ക്ക് പിന്നിലെന്ന് ചിലർ സംശയിച്ചാലും തെറ്റില്ല. കേന്ദ്രത്തിന്റെ കണ്ണിലെ കരടായ ഈ കമ്മീഷണറുമായി മമതയും നല്ല ചേർച്ചയിലല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിലെ മികച്ച മാതൃക ആരാണെന്ന് ചോദിച്ചാൽ മമത മുൻപിൻ നോക്കാതെ പറയും രാജീവ് കുമാറാണെന്ന്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള CBIയും ബംഗാളിലെ മമത സർക്കാരുമായുള്ള വടംവലിയിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ ശ്രദ്ധാകേന്ദ്രമായി കഴിഞ്ഞു. നേരത്തെ ഇടത് സർക്കാരിനു വേണ്ടി രാജീവ് പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തി ചാരപ്പണി ചെയ്തെന്ന് രാജീവ് കുമാറിനെ രൂക്ഷമായി വിമർശിച്ച മമത ഇപ്പോൾ എല്ലാ പിണക്കവും മറന്ന് അംഗീകരിച്ചിരിക്കുന്നു. മാവോയിസ്റ്റുകളെ തകർക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രാജീവ് കുമാർ നടത്തിയ ശ്രമം വിജയിച്ചതാണ് മമതാ ബാനർജിയുടെ സ്നേഹത്തിന് പിന്നിൽ. എന്നാൽ അതല്ലെന്നും കേന്ദ്രത്തിന്റെ കരടായ രാജീവിനെ പിന്താങ്ങുകയാണെന്നും വിമർശനം മമത നേരിടുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആദ്യമായി കൊൽക്കത്ത പോലീസ് മേധാവിക്ക് മമത ഓഫീസ് അനുവദിച്ചു. ദിവസേന മുഖ്യമന്ത്രിക്ക് ക്രമസമാധാന നിലയെക്കുറിച്ച് റിപ്പോർട്ട് നൽകുന്ന ആദ്യത്തെ കൊൽക്കത്ത കമ്മീഷണറായും രാജീവ് മാറി. സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ സഹായത്തോടെയാണ് പോലീസ് ഭരണം. UP-കാരനായ രാജീവിന്റെ എഞ്ചിനീയറിംഗ് ബിരുദം IIT റൂർക്കിയിൽ നിന്ന്, അതും കമ്പ്യൂട്ടർ സയൻസിൽ. ആ വൈദഗ്ധ്യമാണ് എപ്പോഴും പ്രതിപക്ഷത്തിന് തലവേദനയായിരുന്നതും. BJP അധ്യക്ഷൻ അമിത്ഷാ 2016 തിരഞ്ഞെടുപ്പ് കാലത്ത് രാജീവിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെ: കൊൽക്കത്തയിലെ ഒളിഞ്ഞുനോട്ടക്കാരൻ പോലീസുകാരൻ. പ്രതിപക്ഷ നേതാക്കളുടെ നീക്കം അനധികൃതമായി ചോർത്തുന്നുവെന്ന പതിവ് ആരോപണം തന്നെയാണ് രാജീവ് കുമാറിനെ എപ്പോഴും തേടിയെത്തിയതും. ഇതിനിടയിലാണ് CBIയുടെ ഇടപെടലും കോടതിയിൽ നിന്നുള്ള മമതാ ബാനർജിക്ക് നേരിട്ട തിരിച്ചടിയും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.